കണ്ണൂർ പരിയാരത്ത് യുവതി രണ്ടു മക്കളുമായി കിണറ്റിൽ ചാടി. ശ്രീസ്ഥാ സ്വദേശിനി ധനജയാണ് മക്കളുമായി കിണറ്റിൽ ചാടിയത്. യുവതിയെയും കുട്ടികളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 6 വയസ്സുള്ള മകന്റെ നില ഗുരുതരമാണ്. ആത്മഹത്യാശ്രമം ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നെന്നാണ് ആരോപണം. സുമേഷ് മോറാഴ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, എന്താണ് സംഭവിച്ചത്? ടോം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പരിയാരം ശ്രീസ്ഥയിലെ ധനുജ എന്ന യുവതിയാണ് തന്റെ 2 മക്കളുമൊത്ത് കിണറ്റിൽ ചാടിയത്. ഇതിൽ 4 വയസ്സുള്ള മകളും 6 വയസ്സുള്ള മകനുമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇവരെ തൽക്കാലം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ 6 വയസ്സുള്ള മകന്റെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഈ 2 മാസം മുൻപ് ഈ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഇവർ പരിയാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഭർത്തൃ വീട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള കിണറിലായിരുന്നു ഇവർ ചാടിയിരുന്നത്. ഈ യുവതിയുടെ വീട് പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം എന്ന ആരോപണമുണ്ട്. അങ്ങനെ ഇതിനു മുൻപ് യുവതി ധനജ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നോ? ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, 2 മാസം മുൻപ് ഈ പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു പരാതി നിലവിലുണ്ട്. അതായത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് 2 മാസം മുൻപായിരുന്നു ഇത്തരം ഒരു പരാതി ഉണ്ടായിരുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ കാര്യങ്ങളും പരാതിയും അതിന്റെ അന്വേഷണമൊക്കെ നടന്നു വരുന്നതിനിടെയായിരുന്നു വീണ്ടും ഇത്തരം ഒരു ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണമായുള്ള ഒരു കാര്യം വരുന്നത്. ഏതായാലും ഇവരുടെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ 6 വയസ്സുള്ള കുട്ടിയുടെ നില ഇപ്പോൾ വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. ഏതായാലും പോലീസ് സ്ഥലത്തുണ്ട്. ഈ സമയത്ത് ഭർത്താവും അതുപോലെ തന്നെ അമ്മയും സഹോദരിയും വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ടോം, ഓക്കെയാണോ? സുമേഷ്, ഇതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനില അല്പം മോശമാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അവരുടെ സാഹചര്യം? എന്താണ്? ഉടൻ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 3 പേരുടെയും ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇതിന് 6 വയസ്സാറിന്റെ നിലയിലാണ് പതിവ് ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. മറ്റ് 4 വയസ്സുള്ള പെൺകുട്ടിയുടെ അതുപോലെ അമ്മയുടെയും ആരോഗ്യത്തിലുള്ള കാര്യമായ പ്രശ്നങ്ങളില്ല. ഏതായാലും വലിയൊരു കിണറായിരുന്നു, നല്ല ആഴമുള്ള കിണറായിരുന്നു. വീടിന് ചേർന്നുള്ള കിണറാണെങ്കിൽ പോലും ഒരു അവരുടെ പഴയ വീടിനോട് ചേർന്നുള്ള കിണർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധികം അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. നാട്ടുകാരിൽ ആരോ ഒരാൾ ആ ഭാഗത്തേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇവർ അന്വേഷണം തുടങ്ങി. ഇവരെ കാണാതെ തുടർന്ന് അന്വേഷണം തുടങ്ങുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടത്തിയത്. ഏതായാലും 6 വയസ്സുകാരന്റെ ആരോഗ്യത്തിലാണ് ഇപ്പം പ്രയാസം നേരിടുന്നത്. ഇതിപ്പോ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.